ഈസ് നോട്ട് ഇൻഹെറിറ്റഡ് ബട്ട് ഇറ്റ്സ് എ ചോയ്സ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും പാരമ്പര്യമായി ലഭിച്ചതല്ല, അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ടു റീച്ച് ദി അൺറീച്ച്ഡ് എന്ന ഈഡൻ ടി.വിയുടെ ഈ സാബത്ത് സ്കൂൾ പാഠത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്ന് 13ാമത്തെ പാഠമാണ് നാം പഠിക്കാനായിരിക്കുന്നത്. ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവിൻ, ചൂസ് യു ദിസ് ഡേ എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കാനായിട്ടിരിക്കുന്നത്. ഈ ക്വാർട്ടറിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പോഴും ആ 1ാമത്തെ പാഠം ഇപ്പം കഴിഞ്ഞതുപോലുണ്ട്. അതായത് വളരെ എളുപ്പം അല്ലേ, നമ്മളതിൻ്റെ അവസാന 13ാമത്തെ ആഴ്ചയിലേക്ക് എത്തി നിൽക്കുക എന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ 2025 ഇനിയും വളരെ ചുരുക്കം ചില ദിവസങ്ങളിലും കൂടെ മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. പിന്നെ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. സോ ഇന്നത്തെ മനപ്പാഠ വാക്യം നമുക്ക് തന്നിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 24:15 യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളധികം വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട തമ്പുരാനെ, ഈ ദിവസത്തിൽ കർത്താവെ അപ്പാ, ഞങ്ങൾ അങ്ങയിൽ കർത്താവെ പൂർണ്ണമായും ഭരമേൽപ്പിക്കുകയാണ്. അങ്ങയുടെ തിരുവചനങ്ങളെ കർത്താവെ ഞങ്ങൾ ഈ ക്വാർട്ടറിലുടനീളം യോശുവയുടെ പുസ്തകത്തിലൂടെ അങ്ങയുടെ വചനങ്ങളെ ഞങ്ങൾ കേട്ടു. അതിൻ പ്രകാരം ജീവിപ്പാൻ ഈ പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരം എടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സോ നമ്മുടെ മനപ്പാഠ വാക്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം ആണ് തിരഞ്ഞെടുപ്പ് എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഫെയ്ത്ത് ഇസ് നോട്ട് ഇൻഹെറിറ്റഡ്. അതൊരിക്കലും നമ്മൾ പാരമ്പര്യമായി ആർജിച്ചതല്ല. വിശ്വാസം എന്നത് വിശ്വാസം അവരവരുടെ തിരഞ്ഞെടുപ്പാണ്. സോ നമ്മുടെ ഓരോ ജീവിതവും നമ്മൾ പുനരവലോകനം ചെയ്യുകയാണെങ്കിൽ ഓരോ ജീവിതവും ചിലപ്പോൾ നല്ലതാവാം, ചീത്തയാവാം. നല്ല തീരുമാനങ്ങളുടെ ചിലപ്പോൾ ഒരു പരിണിത ഫലമാണ് നല്ല ജീവിതം. ചീത്ത തീരുമാനങ്ങളുടെ പരിണിത ഫലമാണ് ചിലപ്പോൾ ചീത്തയായ അല്ലെങ്കിൽ നശിച്ചു പോയ ജീവിതങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ തിരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി അത് വളരെ വലുതാണ്. ഈസ് ദർ എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? എന്തെങ്കിലും ഇമ്പോസിബിളായിട്ട് ദൈവത്തിനുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ തിരഞ്ഞെടുപ്പാവാം. നാം തിരഞ്ഞെടുക്കുന്നത് ആ പവർ ഓഫ് ചോയ്സ്, അതിനുള്ള സർവ്വ അധികാരവും ദൈവം നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷേ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, വാതിൽ തുറക്കണമോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കുന്നത് നാം ഓരോരുത്തരുമാണ്. നമ്മൾ ഈ പാഠഭാഗത്തിൽ കടന്നു വരുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. 24ാമത്തെ അധ്യായം. ഈ 24ാമത്തെ അധ്യായം എന്ന് പറയുന്ന യോശുവയുടെ അന്ത്യം അടുത്തിരിക്കുന്ന സമയമാണ്. ഏകദേശം 130 ആയപ്പോൾ അദ്ദേഹം നല്ലൊരു മരണം വരിക്കുകയാണ്. സോ തൻ്റെ അന്ത്യം അടുത്ത് കാണുന്ന ആ യോശുവയുടെ ആ ഒരു മനസ്സ്, സംഘർഷം നിറഞ്ഞ ആ ഒരു മനസ്സ് നമുക്കവിടെ കാണാം. കാരണം മോശയുടെ അന്ത്യം വന്ന സമയത്ത് മോശയ്ക്ക് ശരിക്കും തൻ്റെ ടോർച്ച് കൈമാറുവാനായി നൂൻ്റെ മകനായ യോശുവ തൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിസൈപ്പിളായിട്ട് അടുത്ത ലീഡർഷിപ്പിലേക്ക് എടുക്കുവാൻ തയ്യാറായി ഒരുവൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാം നോക്കുമ്പോൾ ഇവിടെ ശരിക്കും യോശുവയുടെ ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആ ടോർച്ച് കൈമാറാൻ യോശുവയ്ക്ക് അവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. കാലേബ് ഒരുപക്ഷെ അത്രത്തോളം ആ ടോർച്ച് കൈമാറുവാൻ തക്കവണ്ണം കാലേബ് വളർന്നിട്ടുണ്ടോ എന്നും നമുക്കവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ഉടമ്പടിയുടെ ഒരു പുതുക്കം എന്ന വണ്ണം ഇവിടെ വീണ്ടും യോശുവ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ലീഡർഷിപ്പിലേക്ക് വരണം. എപ്പോഴും ഒരു ലീഡറിൻ്റെ കീഴിൽ ഇങ്ങനെ സുഖമായിട്ട് നടക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് നടന്നാലും എല്ലാ തെറ്റും കുറ്റങ്ങളും ഒക്കെ ആ ലീഡറിൻ്റെ പുറത്ത് ചാരിക്കൊണ്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഫ്രണ്ട് ലൈനിൽ അല്ലേ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മൾ ഓരോരുത്തരെയും പുരോഹിതന്മാരായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് തെറ്റി ഓടുവാൻ നമുക്ക് ആർക്കും സാധിക്കുന്നതല്ല എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, അന്ത്യകാലത്ത് നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സാത്താൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രത്തിൽ നമ്മളെല്ലാവരും വിജയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആരാധന.
അപ്പോൾ ഇവിടെ മനപ്പാഠവാക്യത്തിലൂടെ പറഞ്ഞു, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തും തീരുമാനിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ യഹോവയെ സേവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവങ്ങളെ സേവിക്കാം. ആരെ സേവിക്കും എന്ന് ഇനി സമയമില്ല. ഇത്രയും സമയം നിങ്ങൾക്ക് കിട്ടി അല്ലേ? 40 വർഷം. അതായത് യോശുവ കണ്ടു, യോശുവയുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ പൂർവികരൊക്കെ പറഞ്ഞു, യോ ആ സീനായി പർവ്വതത്തിൽ വെച്ച് കൽപ്പന വാങ്ങിച്ചപ്പോൾ പറഞ്ഞു, യോ ഞങ്ങൾ എന്ത് ചെയ്യും, യഹോവയെ തന്നെ സേവിക്കും, ഞങ്ങൾ വേറെ ആരെയും സേവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നീട് എന്ത് ചെയ്തു സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം വിപരീതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉടമ്പടിയെ വീണ്ടും അദ്ദേഹം പുതുക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നുവെന്ന് യോശുവയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. സോ അവൻ നല്ല പോർ പൊരുതി, പൗലോസ് പറയുന്നത് പോലെ അവൻ ഓട്ടം പൂർത്തിയാക്കി, അവൻ വിശ്വാസം കാത്തു. ഇനി പൗലോസിനെ പോലെ അവൻ്റെ നീതിയുടെ കിരീടത്തിനായി എന്ത് ചെയ്യണം, ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞു. നമ്മൾ 2 തീമോത്തിയോസ് 4:7 മുതൽ 8 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ശരിക്കും യോശുവയുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് ടോർച്ച് കൈമാറാൻ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. സോ അവിടെ ശരിക്കും ആ ഉദ്യമനം യോശുവ ജനത്തെ, സർവ്വജനത്തെയും അവിടെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം അവിടെ വരുവാൻ കാരണമായത്. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. നമ്മളെല്ലാ ഭവനത്തിലും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ ഹിന്ദു ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ വചനം ഇതായിരുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ അന്യവിഗ്രഹങ്ങളെ വിട്ട് യഹോവയിലായപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ വചനവും ഇത് തന്നെയായിരുന്നു. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിൽ എഴുതി വെക്കേണ്ട ഒരു വചനമാണ് ഈ വചനം. സോ നമ്മൾ ഈ ആഴ്ചയിലുടനീളം ദൈവം എന്താണ് നമ്മളോട് പറയാനിരിക്കുന്നത്, ഈ യോശുവയുടെ പുസ്തകം അവസാനിക്കുമ്പോൾ യോശുവയ്ക്ക് എന്താണ് ആ ജനത്തോട് പറയേണ്ടിയിരുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാം പഠിക്കാൻ പോവുകയാണ്. ദൈവം നമ്മളോടുകൂടെ ഇരിക്കട്ടെ. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. നിങ്ങൾ അവിടെ ആയിരുന്നു. സോ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചതൊക്കെയും. നമ്മുടെ തിരഞ്ഞെടുപ്പിന് എത്ര പ്രസക്തി ഉണ്ട് എന്ന് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പുനരവലോകനം ചെയ്യേണ്ട സമയമാണ്. അത് ഇന്ന് തന്നെയാണ്. അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്നും പിൻതലമുറയ്ക്ക് അത് എങ്ങനെയാണ് ഒരു ആർജവമായി തീർന്നതെന്നും നമുക്കറിയാം. വേണമെങ്കിൽ അബ്രഹാമിന് തൻ്റെ അപ്പനെ പോലെ വിഗ്രഹാരാധിയായി ഇരിക്കാമായിരുന്നു. പക്ഷേ ദൈവം വിളിച്ച വിളിക്ക് അബ്രഹാം തൻ്റെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പിൻതലമുറക്കാർ, ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സ്വന്തം തലമുറയായി മാറുന്നതെന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. യോശുവയുടെ 24:1 നാം പരിശോധിക്കുമ്പോൾ യോശുവ തൻ്റെ ആ കൺക്ലൂഡിങ് സെർമൻ, തൻ്റെ അവസാനത്തെ ഒരു ഫെയർവെൽ സെർമൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം, ആ യാത്രാമൊഴികൾ, അദ്ദേഹത്തിൻ്റെ യാത്രാമൊഴികൾ നമുക്കിവിടെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം യോശുവ 24:1 നമുക്ക് കാണുമ്പോൾ, അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം ശെഖേമിൽ കൂട്ടി ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും, ആരൊക്കെയാണ് മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും എല്ലാവരെയും അവിടെ വിളിച്ച് വരുത്തുകയാണ്. അത് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്ന്, യോശുവയുടെ സന്നിധിയിലല്ല വന്നു നിന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെയാണ് വന്നു നിന്നത്. അപ്പോൾ അവിടെ സംസാരിച്ചതും യോശുവയല്ല, അവിടെ ദൈവം തന്നെയാണ് അവരോട് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഒരു പ്രസക്തിയായിട്ട് നമ്മുടെ പാഠപഠനത്തിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ളത് ശെഖേം എന്ന സ്ഥലത്താണ്. എന്തുകൊണ്ട് യോശുവ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ആ ശെഖേം എന്ന് പറയുന്ന സ്ഥലം അബ്രഹാമിൻ്റെ യാത്രയിൽ ഒരു ബലിപീഠം, ആദ്യമായിട്ട് ഒരു ബലിപീഠം പണിത് യഹോവയെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് ശെഖേം എന്ന് പറയുന്നത്. ആ ഭൂമി എന്ന് പറയുന്നത്, ആ സ്ഥലവും ആ ഭൂമിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആ വാഗ്ദാനവും ദൈവം അദ്ദേഹത്തിന് ആദ്യം നൽകിയ സ്ഥലവും അത് തന്നെയാണ്, ശെഖേം തന്നെയാണ്. നമ്മൾ ഉൽപ്പത്തി 12:7, 6 ഒക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ രണ്ടാമതായി നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ
അബ്രഹാമിന് നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെട്ടപ്പോൾ ആദ്യ വാഗ്ദാനങ്ങൾ നൽകപ്പെട്ട അതേ സ്ഥലത്ത് ഇസ്രായേൽ ദൈവവുമായുള്ള ഉടമ്പടി പുതുക്കുകയാണ് ചെയ്യുന്നത്. എവിടെയാണോ ദൈവം ആദ്യമായിട്ട് ഈ കനാൻ ദേശം നിനക്കും നിൻ്റെ മക്കൾക്ക് ഞാൻ വാഗ്ദത്തമായി തരുമെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് ആ വാഗ്ദത്തം നിവൃത്തിയായതിനു ശേഷവും അവരവിടെ ആയിരിക്കുന്നത്. അതേക്കുറിച്ച് വീണ്ടും യോശുവ അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കം ചെയ്യുക. ഇവിടെ യാക്കോബിൻ്റെ ആ ഒരു സംഭവം നമ്മൾ പരിശോധിച്ചാൽ, യാക്കോബ് പാളയം അടിച്ച കനാനിൽ ആദ്യം ഉണ്ടായിരുന്ന ആ സ്ഥലവും ഇത് തന്നെയായിരുന്നു. അതായത് അന്യ വിഗ്രഹങ്ങളെയൊക്കെ അവിടെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ കുഴിച്ചിടുന്ന ആ ഒരു സ്ഥലവും ഷെഖേം തന്നെ ആയിരുന്നു. പിന്നെ യാക്കോബ് സ്വന്തമാക്കിയ ഒരേ ഒരു സ്വത്ത്, യാക്കോബ് എന്ത് ചെയ്യാണ്, കാശ് കൊടുത്ത് സ്വന്തം പേരിൽ വാങ്ങുന്ന ഒരു സ്ഥലവും അത് തന്നെയാണ്. അവിടെയാണ് യാക്കോബ് എന്ത് ചെയ്യാണ്, അവരുടെ കൈവശമുണ്ടായിരുന്ന അന്യവിഗ്രഹങ്ങളൊക്കെ കുഴിച്ചിടുന്നതും അവിടെ തന്നെയാണ്. സോ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഷെഖേമിനെ പിൻപറ്റി ഒരു ചരിത്ര സംഭവം തന്നെ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യോശുവ ഈ സ്ഥലം തന്നെ തൻ്റെ അവസാന വാക്കുകൾ അല്ലെങ്കിൽ അവസാന ഉടമ്പടി പുതുക്കലിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് നമുക്കവിടെ കാണാം. കാരണം ദൈവം അവരോട് ഉടമ്പടി ചെയ്തത് അവിടെയാണ്, അബ്രഹാമിനോടായിരുന്നു. അതേ ഉടമ്പടി ദൈവം അവിടെ പൂർത്തിയാക്കിയപ്പോൾ അവരുടെ ആ ഒരു നന്ദി പ്രഖ്യാപനം എന്ന വണ്ണം ഉടമ്പടി വീണ്ടും പ്രതിഷ്ഠിച്ച് അവർക്ക് ജനത്തെ അതിനുവേണ്ടി പ്രതിഷ്ഠിക്കുവാനായിട്ട് യോശുവ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തൻ്റെ സ്പീച്ചിൽ അല്ലെ തൻ്റെ പ്രസംഗത്തിൽ ആദ്യം തന്നെ അദ്ദേഹം പൂർവികനായ തേരഹിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ആരാധിച്ചു വന്നിരുന്ന വിചിത്ര ദേവന്മാരെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചു കൊണ്ടാണ് തൻ്റെ ആ ഒരു കൺക്ലൂഡിങ് സെർമൺ അവിടെ പറയുന്നത്. സോ അവിടെ നിന്ന് ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ആ 24-ാമത്തെ അധ്യായം നമ്മൾ തുടർന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ പഴയ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് വീണ്ടും അവിടെ യോശുവ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ എടുത്തു, ഞാൻ കൊടുത്തു, ഞാൻ അയച്ചു, ഞാൻ ബാധ വരുത്തി, ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ശരിക്കും ഡയറക്റ്റായിട്ട് ദൈവമാണ് അവരോട് സംസാരിച്ചതെന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളെ വിടുവിച്ചു എന്നിങ്ങനെ വീണ്ടും വീണ്ടും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ കൊണ്ടുവന്നു, ഞാൻ വർദ്ധിപ്പിച്ചു, ഞാൻ അയച്ചു, ഞാൻ അടിച്ചു, ഞാൻ പുറത്തു കൊണ്ടുവന്നു, ഞാൻ അവരെ വിടുവിച്ചു, ഞാൻ അവരെ നശിപ്പിച്ചു, ഞാൻ ബിലയാമിനെ ശ്രദ്ധിച്ചില്ല, ഞാൻ നിങ്ങളെ വിടുവിച്ചു, ഞാൻ അവരെ ഉപേക്ഷിച്ചു, ഞാൻ ഈച്ചകളെ അയച്ചു, ഞാൻ നിങ്ങൾക്ക് ദേശം തന്നു എന്നൊക്കെ നമുക്ക് 24-ാമത്തെ അധ്യായം 3 മുതൽ 13 വരെ നമുക്ക് വായിക്കുമ്പോൾ അവിടെ ഭംഗിയായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ ഈ വിവരണത്തിലൊക്കെയും ദൈവം ഞാൻ ചെയ്തതല്ല, പക്ഷെ ആർക്ക് വേണ്ടി ചെയ്തു? ഇസ്രായേൽ ജനത്തിനു വേണ്ടിയാണ് ദൈവം ഇതൊക്കെയും ചെയ്തത്. അവിടെ ശരിക്കും പ്രാധാന്യം അർഹിക്കുന്നത് ആ ജനം തന്നെയാണ്. സോ നമ്മുടെ ഒരാളുടെ തീരുമാനത്തിൽ, ആഖാൻ്റെ ഒരു തീരുമാനത്തിൽ തൻ്റെ കുടുംബവും തന്നോട് ബന്ധപ്പെട്ട എല്ലാം നശിച്ചു പോയതുപോലെയും, എന്നാൽ രാഹബിൻ്റെ നല്ല തീരുമാനത്തിൽ അവളും അവളോട് ചേർന്ന ഈവൻ ജന്തുക്കൾ പോലും രക്ഷ പ്രാപിച്ചതുപോലെ, രക്ഷ എന്ന് പറയുന്നത് വ്യക്തിഗതമാണെങ്കിലും ശരിക്കും നമുക്ക് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നമുക്ക് അതിൻ്റെതായ പങ്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, ദൈവം നമ്മളോട് ചോദിക്കും, നമ്മുടെ മക്കളുടെ സാൽവേഷനെ കുറിച്ച് തീർച്ചയായിട്ടും പേരൻസിനോട് ചോദിക്കും. സോ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് നമ്മൾ ഓരോരുത്തരും അതിന് പങ്ക് നമുക്കുണ്ട്. അവരുടെ രക്തപാത പഴി നമ്മുടെ മേൽ വീഴാതിരിക്കുവാനായിട്ട് നമുക്ക് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ സ്വന്തം കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്തിലൂടെ വായിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ അത്ഭുത പ്രവൃത്തികളെ നമ്മൾ അനുനിമിഷവും അതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയുള്ള മക്കളായി നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവത്തിനു വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ, പിൻനിരയിൽ നിന്ന് കുറ്റം പറയുന്നവരായിട്ടല്ല, ആ ഒരു നേതാവിനോടൊപ്പം നടപ്പാനും അല്ലെങ്കിൽ കുടുംബമായിട്ട് ഒപ്പം ജീവിപ്പാനും ഒപ്പം തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും ഇവിടെ യോശുവ ജനത്തോട് ആഹ്വാനിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ദൈവത്തിൽ നിന്നും വഴി മാറിപ്പോകാൻ പാടില്ല എന്നുള്ള ഒരു വലിയൊരു പ്രഖ്യാപനമാണ് യോശുവ ഈ ഭാഗത്ത് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സഭ എന്ന നിലയിൽ നമുക്ക് സാമൂഹ്യ ഉത്തരവാദിത്വത്തെക്കുറിച്ച് മെച്ചപ്പെട്ട അവബോധം ഉണ്ടായിരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നമ്മളെ ഈ പാഠം പഠിപ്പിക്കുകയാണ്. സോ നമ്മൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നാം തന്നെ ചിന്തിക്കുക. സഭയായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ സത്യസന്ധതയും ആത്മാർത്ഥതയും എന്ന ഭാഗമാണ്. യോശുവയുടെ പുസ്തകം 24-ന്റെ 14-ഉം 15-ഉം നമുക്ക് വായിക്കുമ്പോൾ ഇവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട്. ഇവിടെ നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അല്ലേ, ദ്രവത ദൂത് നമുക്കിവിടെ ഓർമ്മ വരുന്നുണ്ട്. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പൻ. ഇവിടെ ഒരു സർവീസ് കോൾ ആണ് യോശുവ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്വൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന ഭാഗമാണ് ഇവിടെ വീണ്ടും നമുക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. സോ അവർ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നതിന് മുൻപ് അവരൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ സ്രഷ്ടാവിനോടുള്ള വിശ്വസ്തതയിലൂടെ അവരുടെ ഏകത്വത്തെ ഉൾക്കൊള്ളുകയും വാഗ്ദത്ത ദേശത്ത് ജീവിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ആരെ വേണമോ തിരഞ്ഞെടുക്കാം അല്ലെ. പവർ ഓഫ് ചോയ്സ് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അല്ലെ. നിങ്ങൾക്ക് യഹോവയെ വേണമെന്നോ വേണ്ടെന്നോ നമുക്ക് തീരുമാനിക്കാം. ആരെ ആരാധിക്കുന്നോ ആരെ ആരാധിക്കില്ലെന്നോ നമുക്ക് തീരുമാനിക്കാം. ശനിയാഴ്ച ആരാധിക്കണമോ അല്ലെങ്കിൽ 7-ാം ദിവസം ആരാധിക്കണമോ 1-ാം ദിവസം ആരാധിക്കണമോ നമ്മുടെ ചോയ്സാണ്. ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ തീരുമാനം എന്തു തന്നെ ആയിരുന്നാലും, അത് നന്മയായിരുന്നാലും തിന്മയായിരുന്നാലും, അത് എടുക്കുവാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുതന്നെയാണ് ആദാമിനും ഹവ്വയ്ക്കും സംഭവിച്ചത്. ആ ഫലം തിന്നണമോ വേണ്ടയോ എന്നുള്ള ആ തീരുമാനം ആത്യന്തികമായിട്ടും അവർക്ക് എടുക്കുവാനുള്ള ആ അനുവാദം, സ്വാതന്ത്ര്യം ദൈവം അവിടെ കൊടുത്തിരുന്നു. അതുപോലെ ഈ ജനത്തോടും യോശുവ വീണ്ടും അവരോട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സേവിച്ചു വന്ന ദേവന്മാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവിക്കാം, അല്ലെങ്കിൽ ഈ ദേശത്തുള്ള ദേവന്മാരെ സേവിക്കാം, അല്ല യഹോവയെ തന്നെ ഞാൻ സേവിക്കും എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഭൂമുഖത്ത് നിന്ന് തന്നെ നിങ്ങൾ അപ്രത്യക്ഷമാകും എന്ന ഒരു കോൺസിക്വൻസ്, അതിൻ്റെ ഒരു ഫലം കൂടെ ഇവിടെ യോശുവ വ്യക്തമാക്കുന്നുണ്ട്. യോശുവയുടെ അപേക്ഷയ്ക്ക് ശരിക്കും 2 വശങ്ങളാണുള്ളത്. ഇസ്രായേൽ ദൈവത്തെ ഭയപ്പെടുകയും പിന്നെന്ത് ചെയ്യണം? ഭയപ്പെടുകയും വേണം. അതുപോലെ ആത്മാർത്ഥതയോടും സത്യത്തോടും കൂടി യഹോവയെ സേവിക്കുകയും വേണം എന്ന ഒരു കാര്യം കൂടെ ഇവിടെ യോശുവ ഇവിടെ പറയുകയാണ്. സോ ഇവിടെ നിരന്തരമായ വൈകാരിക അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുക എന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിറച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയോ ഇല്ലെങ്കിൽ ദൈവം കൊന്നുകളയും എന്നുള്ള ആ ഒരു ഭയപ്പാടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയം എന്നാൽ fearing God is loving God, to knowing God and listening to him and obeying him. ദൈവത്തോട് അനുസരണയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു ആത്മാർത്ഥത, അല്ലെങ്കിൽ ആത്മാർത്ഥത എന്ന് പറയുന്നതിൻ്റെ ഒരു ആദ്യ പദം എന്ന് പറയുന്നത് തമിം എന്നാണ് ഇവിടെ പറയുന്നത്. പ്രാഥമികമായിട്ടും അതൊരു ബലി മൃഗം, നമ്മൾ യാഗത്തിന് കൊണ്ടുവരുന്ന ആ മൃഗം എത്ര പരിപൂർണ്ണ, അതായത് ഒരു ന്യൂനതയില്ലാത്തൊരു മൃഗത്തെയാണ് അവിടെ നമ്മൾ യാഗമായിട്ട് അർപ്പിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ആ ആത്മാർത്ഥത എന്നവിടെ പറയുന്നത് ഫുൾനെസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ഒരു പരിപൂർണതയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് പകുതി അവിടെ പകുതി ഇവിടെ. ഇംപാർഷ്യൽ ഒബീഡിയൻസ് ഈസ് ഈക്വൽ ടു കംപ്ലീറ്റ് ഡിസൊബീഡിയൻസ്. നമ്മൾ പകുതി അനുസരണം എന്ന് പറയുന്നത് ശരിക്കും അനുസരിക്കാതിരിക്കുന്നതിന് തുല്യമാണ് എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ പരിപൂർണത, അതായത് ആത്മാർത്ഥത, സത്യത്തിൽ അല്ലെ, സത്യത്തോടെ നമ്മൾ ഒരു വ്യക്തിനെ ആത്മാർത്ഥതയോടെ നമ്മൾ സ്നേഹിക്കുക, ആത്മാർത്ഥതയോടെ നമ്മൾ അവരെ അനുസരിക്കുക എന്നതിൻ്റെ ആവശ്യകതയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ വിശ്വസ്തത എന്ന എബ്രായ പദം എമറ്റ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സ്ഥിരതയെയും പിന്നെ ഭദ്രതയും സൂചിപ്പിക്കുന്നു. ഇവിടെ ഒക്കെയും നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമുക്കിവിടെ കാണാൻ. മോശെ പറഞ്ഞതുപോലെ ഷോ മീ യുവർ ഗ്ലോറി, നിൻ്റെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ മോശയാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. സോ മോശ അവിടെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആ മഹത്വത്തിൽ, ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിന് നമ്മൾ ഓരോരുത്തരും വളരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കാൻ പറയുന്നതും അതുതന്നെയാണ്.
നീ യഹോവയുടെ സ്വഭാവത്തെ തിരഞ്ഞെടുക്കുമോ അതോ പിശാചിൻ്റെ കരങ്ങളിൽ അകപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ജനത്തോട് മാത്രമല്ല, ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല, ഇന്ന് നാം ജീവിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണ്. ഇന്ന് നീ ആരെ തിരഞ്ഞെടുക്കും? ഡു ഓർ ഡൈ. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ. ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കണം. ആരെ സേവിക്കും? ഞാൻ മരണത്തെ സ്വീകരിക്കുമോ അതോ നിത്യജീവനെ തിരഞ്ഞെടുക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്കിവിടെ അവശേഷിക്കുന്നത്. വിശ്വസിക്കുവാൻ കഴിയുന്നവനും വിശ്വസിക്കുവാൻ യോഗ്യനുമായ ഒരാളാണ് വിശ്വസ്തനായ വ്യക്തി. സോ അങ്ങനെ വിശ്വസ്തരായ ഓരോ വ്യക്തികളായി നാം ഇരിക്കണം. ദൈവം നമ്മളോട് വിശ്വസ്തത കാണിച്ചതുപോലെ, തൻ്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ചതുപോലെ നാം ഓരോരുത്തരും യഹോവയ്ക്കായിട്ട് നിലകൊള്ളണം എന്ന വലിയൊരു ആഹ്വാനമാണ് യോശുവ ജനത്തിൻ്റെ മുൻപിൽ വെക്കുന്നത്. കാരണം തൻ്റെ അവസാനം വന്നിരിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സേവനം സൗജന്യമായി. ഇവിടെ ജനത്തിൻ്റെ പ്രതികരണം, അതായത് യോശുവ അവരോട് പ്രഖ്യാപിച്ച കാര്യങ്ങൾക്ക് ജനത്തിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്പോൺസാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. സോ ജനത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യോശുവ 24:16 മുതൽ 21 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജനം യോശുവയ്ക്ക് മറുപടി പറയണം. യോശുവ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ വീണ്ടും അവിടെ ആവർത്തിക്കുകയാണ്. യഹോവ ആരെന്ന് അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവിടെ പറയാണ്, അതിന് ജനം ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ യഹോവയെ എന്ത് ചെയ്യും? യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമവീടായ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുക ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജനതകളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അല്ലോ. അവിടെ അവർ സ്വയം അവിടെ പ്രഖ്യാപിക്കുകയാണ്, ഈ യഹോവയെ. ഏത് യഹോവ? അടിമവിടായ മിസ്രയീം ദേശത്ത് നിന്ന് നമ്മളെ കൊണ്ടുവന്ന ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന ഈ യഹോവയെ തന്നെ ഞങ്ങൾ സേവിക്കും എന്നിവിടെ ജനമൊക്കെയും അവിടെ വീണ്ടും പറയുകയാണ്. അവർ തുടർന്ന് 21 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജനം യോശുവയോട് മറുപടി പറയുന്നതും ആ മറുപടിക്ക് യോശുവ തിരിച്ച് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന് പകരം, പ്രശംസിക്കുന്നതിന് പകരം അവിടെ ശരിക്കും യോശുവ പറയുന്നൊരു മറുപടി ഉണ്ട്. അത് നമ്മൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ പാവം, ഇത്രയും അവർ പറയുമല്ലേ, എന്നിട്ട് യോശുവ എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. 21 വാക്യം വായിക്കുമ്പോൾ ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്നിവിടെ പറയുകയാണ്. സോ അവിടെ യോശുവ ജനത്തോട് പറഞ്ഞ എന്താണ്? 19 നിങ്ങൾക്ക് യഹോവയെ സേവിക്കുവാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. അവിടെ ഒരു നെഗറ്റീവ് തോട്ട് എന്ന രീതിയിൽ യോശുവ പറയുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. അവിടെ ജനത്തോട് പറയാണ്, നിങ്ങൾക്ക് പറ്റില്ല, ഇത്രയും നേരം നിങ്ങൾ യഹോവയെ സേവിക്കണം, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊള്ളുവിൻ എന്നൊക്കെ പറഞ്ഞ് യോശുവ ഇവിടെ പറയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, യഹോവയെ സേവിക്കുവാൻ കഴിയുന്നതല്ല. പിന്നെ എന്താണ് പറയുന്നത്? അവൻ പരിശുദ്ധ ദൈവമാണ്, തീക്ഷ്ണതയുള്ള ദൈവമാണ്, നിങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഒന്നും അവൻ ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ പിന്നെ എന്ത് പറ്റും? നിങ്ങൾക്ക് മുമ്പേ നന്മ ചെയ്ത അതേ ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ശിക്ഷാവിധി അല്ലെങ്കിൽ തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിച്ചു കളയും എന്ന് യോശുവ ഇവിടെ പറയുന്നു. ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്നവിടെ പറയുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്? കാരണം യഹോവ ആണ് നമ്മളെ ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 22 വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ യോശുവ ജനത്തോട്, യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതിന് മുൻപായിട്ട് നമ്മൾ ചിന്തിക്കുക, യഹോവയാണ് അവരെ തിരഞ്ഞെടുത്തത്, അല്ല ജനമല്ല യഹോവയെ തിരഞ്ഞെടുത്തത്. കാരണം യോശുവ അവിടെ പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യോശുവ ഇത് പല ആവർത്തി കേട്ടിട്ടുള്ള കാര്യമാണ്. ജനം ഒക്കെയും നിങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യത്തില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 40 വർഷം കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കണ്ടത്, തൻ്റെ മാതാപിതാക്കളാവട്ടെ, തൻ്റെ പൂർവികരാകട്ടെ, ഇതിനേക്കാളും അവരെന്ത് ചെയ്തതാണ്?
സമ്മതിച്ച കാര്യങ്ങളാണ്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അവരതിൽ നിന്നും വ്യതിചലിച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം യഹോവയ്ക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ച് അവസാനം മരുഭൂമിയിൽ അടക്കപ്പെടേണ്ടി വന്ന ആ അവസ്ഥ, വാഗ്ദത്ത ദേശം കാണുവാനോ അതിൽ പ്രവേശിക്കുവാനോ സാധിക്കാതെ പോയ ആ ഒരു ചരിത്രം യോശുവ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് അവരോട് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ യോശുവ അവരെ പിന്തിരിപ്പിക്കുവാനോ ദൈവത്തെക്കുറിച്ച് അവിടെ തെറ്റായ കാര്യങ്ങൾ പറയുന്നതോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കഠിനമായ പ്രതികരണം അതിൻ്റെ ലക്ഷ്യം നേടി പുതിയ തലമുറ അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ദൃഢനിശ്ചയമുള്ളവരായി മാറുവാനായിട്ടാണ് യോശുവ അവിടെ അങ്ങനെ പറഞ്ഞത്. കാരണം അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്, ഒരു കോൺസിക്വൻസ് അവർ മനസ്സിലാക്കണമായിരുന്നു. സോ ഒന്നാമത്തെ 3 കാര്യങ്ങളാണ് ഇവിടെ യോശുവ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ദൈവത്തെ സേവിക്കാനുള്ള തീരുമാനം വളരെ ഗൗരവമേറിയതാണ്. ദൈവത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് മുഴുവൻ രാഷ്ട്രത്തെയും രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ ലക്ഷ്യം പിന്തുടരുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ വ്യക്തമാണെങ്കിലും അനുസരണക്കേടിൻ്റെ അനന്തരഫലങ്ങളും പൂർണ്ണമായും അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആ നന്മ മാത്രമല്ല, തിന്മയും അവർ മനസ്സിലാക്കണം. അതായത് നമ്മുടെ മക്കളെ, ഞാൻ എപ്പോഴും കൗൺസിൽ ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന കാര്യം, മക്കളോട് പറയുന്നത്, ആദ്യം നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത് അവരെ എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ ആക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയോ ഈ ലോകത്താക്കുക എന്നതിൽ പരം തിരഞ്ഞെടുക്കുവാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളുടെയും ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവർക്ക് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട. അതൊരു ചെറിയ കാര്യത്തിലാവട്ടെ, ഒരു ആഹാരത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലാവട്ടെ, ആ നല്ല തിരഞ്ഞെടുപ്പ് അവരെ പഠിപ്പിച്ചാൽ മാത്രം മതിയാകും. അവരൊരിക്കലും ദൈവത്തിൻ്റെ പാത വിട്ട് വ്യതിചലിച്ച് പോകുകയില്ല. ഈ ശബദിൽ എക്സാം എഴുതണമോ വേണ്ടയോ അത് അവരുടെ ചോയ്സാണ്. അത് നിങ്ങൾ ആ ചോയ്സ് എടുക്കാൻ പാടില്ല. അവർ സ്വന്തമായിട്ട് ചോയ്സ് എടുക്കണം. ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും, ഞാൻ എഴുതില്ല എന്ന്. ഇങ്ങനെ ഒരു വസ്ത്രധാരണം എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെ ഒരു വസ്ത്രം തിരഞ്ഞെടുക്കില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അടിസ്ഥാനം തുടങ്ങി അവരെ തിരഞ്ഞെടുക്കുവാൻ നമ്മൾ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മൊബൈൽ കാണണമോ വേണ്ടയോ, അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ കഴിക്കണമോ വേണ്ടയോ, ഇതൊക്കെ അവരുടെ ചോയ്സാണ്. നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ല അത്. നമ്മൾ ആദ്യം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് പവർ ഓഫ് ചോയ്സ്, എന്ത് തീരുമാനിക്കണം. ഇവിടെ യോശുവയും അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് തീരുമാനിച്ചു, ഇത് തിരഞ്ഞെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും, നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും. ഇത്രയേ ദൈവത്തിന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ഇത് മക്കളെ, കുഞ്ഞെ ഇത് തിരഞ്ഞെടുക്കുക, ഈ വഴി തിരഞ്ഞെടുത്ത് കൊള്ളുവിൻ, ഈ വഴി തിരഞ്ഞെടുക്കരുത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. തിരഞ്ഞെടുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ കരങ്ങളിലാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ മക്കളെയും അത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായി, ദൈവത്തെ സേവിക്കുവാനുള്ള ഇസ്രായേലിയരുടെ തീരുമാനം അവരുടെ സ്വന്തം തീരുമാനമായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ മക്കൾ അവരുടെ ഓരോ തീരുമാനവും അവരുടെ സ്വന്തം തീരുമാനമായിരിക്കും. ഞാൻ ആരെ വിവാഹം കഴിക്കണം, ഞാൻ ഇണയില്ലാ പിണ കൂടാൻ പാടുണ്ടോ, അവിശ്വാസിയെ കല്യാണം കഴിക്കാമോ അതോ വിശ്വാസിയെ കല്യാണം കഴിക്കണമോ, ഇതൊക്കെ എന്താണ് അവരവരുടെ തീരുമാനമായിരിക്കണം. അല്ലാത്ത പക്ഷം അവരെന്ത് ചെയ്യും? തിരിഞ്ഞു നിന്ന് നമ്മെ കുറ്റം വിധിക്കും എന്ന് നമ്മൾ ഓർക്കുക. സോ അതുകൊണ്ട് യോശുവയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു, യോശുവയ്ക്ക് മാത്രം ദൈവത്തിനും അത് നിർബന്ധമായിരുന്നു തീരുമാനം. അതായത് യോശുവയുടെ ഫോഴ്സ്, അല്ലെങ്കിൽ യോശുവ അവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അവരെ യഹോവയെ സേവിപ്പിക്കാൻ ചെയ്യാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ പിശാച് പറയും, യോശുവ ഇവരെ നിർബന്ധിച്ച് എന്ത് ചെയ്തു, മാനസാന്തരപ്പെടുത്തി എന്ന് പറയാനിട വരരുത്. തിരഞ്ഞെടുപ്പ് അവരുടെ പരിപൂർണമായും അവരുടെ സ്വന്തം തിരഞ്ഞെടുപ്പായിരിക്കണമെന്ന് ഇവിടെ ഈ ഭാഗത്ത് അവരെ നിർദ്ദേശിക്കുകയാണ്. മൂന്നാമതായി, മനുഷ്യർക്ക് അവരുടെ സ്വന്തം ശക്തികൾ ഉപയോഗിച്ച് ദൈവത്തെ സേവിപ്പാൻ കഴിയുകയില്ലെന്ന് ഇസ്രായേൽ മനസ്സിലാക്കണം. ദൈവത്തെ സേവിക്കുന്നത് ഉടമ്പടിയുടെ വ്യവസ്ഥകൾ യാന്ത്രികമായി പാലിക്കുന്നതിലൂടെ അല്ല, മറിച്ച് രക്ഷകനായ കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെയാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയും. നമുക്ക് വേണമെങ്കിൽ പുറപ്പാട് 20-ന്റെ 1, 2, ആവർത്തന പുസ്തകം 5-ന്റെ 6, 7 ഒക്കെ വായിക്കും. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മനുഷ്യർക്ക് അവരുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് നമ്മൾ രക്ഷയിലെത്തുവാൻ സാധിക്കുകയില്ല. രക്ഷ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് നേടുന്നൊരു കാര്യമല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. സോ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് അത് മാത്രമേ സാധിക്കുകയുള്ളൂ, പറഞ്ഞു തരാനേ പറ്റുള്ളൂ. തിരഞ്ഞെടുപ്പ് നമ്മുടെ കൈകളിലാണ്. സോ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിഗ്രഹാരാധനയുടെ അപകടങ്ങൾ. ഇവിടെ യോശുവയുടെ ഈ പ്രസംഗത്തിൻ്റെ ഒരു അല്ലെങ്കിൽ പ്രസംഗം ഉപസംഹരിക്കുവാൻ തുടങ്ങുമ്പോൾ യോശുവ അവരോട് ചില അഭ്യർത്ഥനകൾ ഇവിടെ വെക്കുന്നുണ്ട്. കാരണം ഒരു ഉടമ്പടി അത് പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അത് പുതുക്കണമെങ്കിൽ അവിടെ ഒരു ആവശ്യമുണ്ടല്ലേ, നമ്മൾ മാനസാന്തരപ്പെടണം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മളത് ഉപേക്ഷിച്ച് അത് ഏറ്റുപറഞ്ഞ് നമ്മളത് വീണ്ടും ചെയ്യാതിരിക്കണം. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്? വിഗ്രഹാരാധനയുടെ അപകടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവരിൽ നിന്നും നീക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് നീക്കണമെന്നാണ് യോശുവ അവരോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് യോശുവയുടെ പുസ്തകം 24-ന്റെ 22 മുതൽ 24 വരെ നമ്മൾ വായിക്കുമ്പോൾ, യോശുവ ജനത്തോട് യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് അവർ പറഞ്ഞു. അപ്പം നിങ്ങളാണ് യഹോവയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് സാക്ഷികൾ നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. യഹോവയും അവരും തമ്മിൽ അവിടെ ഒപ്പിട്ടിരിക്കുകയാണ്, തിരഞ്ഞെടുത്തു എന്ന്. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്ക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. ജനം യോശുവയോട്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു. എളുപ്പമാണല്ലേ ഒരു കാര്യം ഇങ്ങനെ വാഗ്ദത്തം ചെയ്യാൻ? വളരെ എളുപ്പമാണ്. പക്ഷേ അത് നിവർത്തിക്കാനാണ് അത് വളരെ പാട് എന്ന് നമുക്കറിയാം. വളരെ കഷ്ടമാണ് നമുക്കത് നിവർത്തിക്കുവാൻ. ഒരു ജീവിതത്തിൻ്റെ ആരംഭത്തെക്കാളും അതിൻ്റെ അന്ത്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന്. നമ്മളൊരു വിജയിച്ച ഒരു വ്യക്തിയുടെ ആരംഭം എന്തായിരുന്നു എന്ന് ആരും നോക്കാറില്ല, പക്ഷേ അവസാനം എന്തായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവരിവിടെ ചെയ്യാം, ഞങ്ങൾ സേവിക്കാം എന്നൊക്കെ പറയുന്നു. യോശുവ അവിടെ മരിക്കുന്നു. പക്ഷെ പിന്നീട് ഇതൊക്കെ അവർ ചെയ്തുവോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ഇവിടെ ചായുക എന്ന ഒരു വാക്ക് നമുക്കിവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട്. നാത്ത എന്നാണ് അതിൻ്റെ എബ്രായ പദം. സോ അതിൻ്റെ ആ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് അതിന് ഒരുപാട് വേദ പുസ്തക വായനകൾ ഒരുപാടുണ്ട്. 2 രാജാക്കന്മാർ 19:16 നമ്മൾ 19:16 2 രാജാക്കന്മാർ 19:16 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, യഹോവേ ചെവി ചായ്ച്ച് കേൾക്കണമേ, യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ അയച്ചിരിക്കുന്ന സൻഹരീബിൻ്റെ വാക്ക് കേൾക്കണമേ. സോ ചെവി ചായ്ച്ച് കേൾക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് യെശയ്യാവ് 55:3 വായിക്കുമ്പോൾ, നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ, ദാവീദിൻ്റെ അചഞ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. അപ്പോൾ ചെവി ചായ്ച്ച് കേൾക്കുന്നതിനെ കുറിച്ച്, ചായ്ക്കുക എന്നതിൻ്റെ മറ്റൊരർത്ഥം അനുസരിക്കുക എന്നതും കൂടെയാണ്. നമുക്കറിയാം, ശലോമോൻ്റെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം അന്യ ദേവന്മാരിലേക്ക് ചാഞ്ഞപ്പോൾ അവൻ്റെ വിശാലമായ മനുഷ്യ ഹൃദയത്തിന് എന്ത് ചെയ്യാണ്, അവന് അവിടെ പാപപങ്കിലമായ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 1 രാജാക്കന്മാർ 11:2, 4, 9 നമ്മൾ പരിശോധിക്കുമ്പോൾ ശലോമോൻ്റെ ഹൃദയം എങ്ങനെയാണ് അന്യദേവന്മാരിലേക്ക് ചാഞ്ഞതെന്നും അതിലൂടെ വിശ്വാസത്യാഗം സംഭവിച്ചതും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ അതുകൊണ്ട് നമ്മുടെ ചായുക എന്നതിനർത്ഥം ആ ശബ്ദം കേൾക്കുക എന്നതാണ്. കാരണം ഇവിടെ ജനം അതിന് മറുപടി പറയുന്നത് എന്താണ്? ആ ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കും എന്നവിടെ ജനം വീണ്ടും പറയുന്നതായിട്ട് നമുക്കവിടെ കാണാം. സോ അക്ഷരാർത്ഥത്തിൽ അവർ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ഇത് ഒരു പൂർണ്ണമായ ഒരു അനുസരണത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വശം തന്നെയാണ്. പക്ഷെ അത് അവർ ചെയ്തുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല പ്രാവശ്യവും അവരത് ചെയ്യുന്നില്ല. മോശെ ഇവിടെ അവരോട് പല പ്രാവശ്യവും വിഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നു. യാക്കോബ് ആഭരണങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നു. ഇങ്ങനെ പല ആവർത്തി ഇവരെന്ത് ചെയ്യാണ്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന് വിരോധമായിട്ട് നമ്മുടെ ഇടയിലുള്ള അന്യവിഗ്രഹങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഉടമ്പടി നമ്മുടെ ഇടയിൽ പുതുക്കണമെങ്കിൽ നമ്മുടെ വിഗ്രഹങ്ങളെ നമ്മൾ നീക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് എൻ്റെ വിഗ്രഹം? മൊബൈലാണോ എൻ്റെ വിഗ്രഹം? അതോ എൻ്റെ ദേഷ്യമാണോ? എൻ്റെ സംശയമാണോ? എൻ്റെ ശാഠ്യമാണോ? എൻ്റെ നിർബന്ധ ബുദ്ധിയാണോ? ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ചെവി കൊടുക്കാൻ പറ്റാത്തവണ്ണം എൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവമാണോ? അതോ പൈശാചിക ശക്തികളാണോ? എന്താണോ എൻ്റെ ജീവിതത്തിൽ വിഗ്രഹമായി തുടരുന്നത്? ആ വിഗ്രഹങ്ങളെയൊക്കെയും തച്ചുടച്ചുകൊണ്ട് നമ്മളെ ദൈവത്തിൽ താഴ്ത്തി
മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്നുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യഹോവയുടെ സാന്നിധ്യത്തെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കുന്നത്. വിഗ്രഹാരാധനയുടെ അപകടങ്ങൾ. നമ്മൾ വിചാരിക്കും നമ്മൾ വിഗ്രഹങ്ങളൊന്നും ആരാധിക്കുന്നില്ല എന്ന്. നമ്മുടെ പല വിഗ്രഹങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ആയിരിക്കാം നമ്മുടെ വിഗ്രഹം, ചിലപ്പോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ പല ഫാൻസ് അല്ലെങ്കിൽ സിനിമയായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നത് എന്ത് തന്നെ ആയിരുന്നാലും, ചിലപ്പോൾ എൻ്റെ ആഹാരശീലങ്ങളായിരിക്കാം, എൻ്റെ കൊതി അല്ലെങ്കിൽ ജങ്ക് ഫുഡിനോടുള്ള ഒരു ആസക്തിയായിരിക്കാം. എന്താണ് എൻ്റെ ജീവിതത്തിൽ വിഗ്രഹം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ തച്ചുടച്ച് കളയാൻ, കുഴിച്ചു മൂടുവാൻ അല്ലെങ്കിൽ അതിനെയൊക്കെയും കളയുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി, അവനുമായുള്ള ഒരു സജീവ ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും വെറും ചട്ടങ്ങളിലൂടെ പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഉടമ്പടിയിൽ തുടരാൻ സഹായിക്കുന്ന വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകൾ നൽകേണ്ടത് ആവശ്യമാണെന്ന് യോശുവ മനസ്സിലാക്കി. അവർ ചെയ്യുമോ ചെയ്യില്ലയോ, പക്ഷെ പറയേണ്ടത് നമ്മുടെ കടമയാണ്. സോ നാമും പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കർത്താവിനോട് എത്ര തവണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് നമ്മൾ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? കൃപയെക്കുറിച്ച് നിങ്ങളുടെ മറുപടി എന്താണ്? നമ്മളും പലപ്പോഴും നമ്മളത് ചെയ്യും, എടുത്ത് കളയും. ഞാൻ ഇനി മാറും, ഈ പുതിയ വർഷത്തിൽ ഞാൻ പുതിയ തീരുമാനങ്ങൾ എടുക്കും, ഞാൻ ഇനി വളരെ സൗമ്യമായി സംസാരിക്കും, ദേഷ്യപ്പെടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുവെങ്കിലും ഈ 2025 തുടക്കത്തിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കാണും. പക്ഷേ ഈ 2025 ഡിസംബർ 31 ആകുമ്പോൾ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ കാണും? ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഞാൻ ഉറച്ചു നിന്നുവോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഡിസംബർ 31 ആകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പലർക്കും ഒന്നും പറയാനില്ല. ഒരു വർഷമായിട്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികളെക്കുറിച്ചൊന്നും പറയാനില്ല. പലർക്കും വളരെ ബുദ്ധിമുട്ടാണ് പറയാൻ. സോ ഞാൻ ഇന്ന് ജീവനോടെ നിലനിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സോ നമ്മുടെ ഇടയിലുള്ള വിഗ്രഹങ്ങളെ മാറ്റുവാൻ, നീക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തിൽ തന്നിരിക്കുന്നത് നന്നായി പൂർത്തിയാക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിൻ്റെ ആരംഭം എങ്ങനെ ആയിരിക്കണം എന്നതിനേക്കാളും ഏറ്റവും പ്രസക്തി അതിൻ്റെ അവസാനമാണ്. ഒരു വിജയിച്ച ഒരു നേതാവിൻ്റെ ആരംഭത്തെക്കുറിച്ചല്ല ആരും ചിന്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അവസാനം എന്ത് നേടി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ അതായത് ഈ യോശുവ പുസ്തകത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാപ്തി എന്ന് പറയുന്നത് വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തിമ വിവരണമാണ്. ആ മഹാപുരോഹിതനാണ് ഇവിടെ ഇത് എഴുതി ചേർക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യോശുവയുടെയും എലിയാസറിൻ്റെയും യോസെഫിൻ്റെയും ആ അടക്കം, അല്ലെ, വർഷങ്ങളായിട്ട് കാത്തിരുന്ന യോസെഫിൻ്റെ എല്ലുകൾ ഇവിടെ അവസാനം അതിൻ്റെ ആ അന്തിമ ലക്ഷ്യം കാണുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ പ്രചോദിതനായ ഒരു എഴുത്തുകാരൻ എഴുതിയ യോശുവയുടെ പുസ്തകത്തിലെ അവസാന വാക്കുകളാണ് 24-ൻ്റെ 29 മുതൽ 33 വരെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 31-32 നമ്മൾ വായിക്കുമ്പോൾ യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരും യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരുമായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ ജനം യഹോവയെ സേവിച്ചു. അപ്പം നല്ല നേതാക്കന്മാരും മാതൃകയുള്ള നേതാക്കന്മാർ ജീവിച്ചിരുന്നിടത്തോളം, മാതൃകയുള്ള മഹാപുരോഹിതന്മാർ ജീവിച്ചിരുന്നിടത്തോളം, മാതൃകയുള്ള ന്യായശാസ്ത്രികൾ ജീവിച്ചിരുന്നതോടൊപ്പം എന്ത് ചെയ്തു? ജനം ദൈവത്തിൽ തുടരുന്നു, അല്ലെങ്കിൽ യഹോവയെ സേവിച്ചു കൊണ്ടേയിരുന്നു എന്നും അതിൽ മാറ്റം വന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ജനം ദൈവത്തിൻ്റെ ആ മഹാ അത്ഭുതങ്ങളെ മറന്നുകൊണ്ട് അവർ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും വിഗ്രഹങ്ങളെ വീണ്ടും ഉപേക്ഷിച്ച വിഗ്രഹങ്ങളെ തിരിച്ച് എടുക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു. 32 ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസെഫിൻ്റെ അസ്ഥികളെ അവർ യാക്കോബ് ഷെഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസെഫിൻ്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹരോൻ്റെ മകൻ എലയാസരും മരിച്ചു. അവൻ്റെ മകനായ ഫിനഹാസിന് എഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു. ഇവിടെ യോശുവയെ അടക്കം ചെയ്യുന്നു, യോസെഫിൻ്റെ അസ്ഥികളെ അടക്കം ചെയ്യുന്നു. നമ്മൾ 29 വായിക്കുമ്പോൾ യോശുവയെ അടക്കം ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാം. അപ്പോൾ 3 അടക്കം നമുക്ക് ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൻ്റെ അവസാന ഖണ്ഡികകൾ മുഴുവൻ ആഹ്വാനത്തെയും ഭൂതകാലത്തെ വിശാലമായ ചരിത്രവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ അവ ഭാവിയിലേക്കുള്ള വഴിയും തുറക്കുന്നു.
സോ ഇവിടെ ഒരു ശാസ്ത്ര അല്ലെങ്കിൽ ജ്ഞാനികൾ പറയുന്നത് ഇവിടെ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ ശരിക്കും വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസം കാണാൻ സാധിക്കുമോ? നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്നേഹവും ഒക്കെ തണുത്തു പോകുന്ന ഒരവസ്ഥയിലാണ്. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ക്രിസ്ത്യാനികളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അന്ത്യകാലത്ത് സംഭവങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ടുള്ളത് പൗലോസിനെ പോലെ യോശുവയും നല്ല പോർ പൊരുതും ഓട്ടം തികച്ച് അല്ലെ ആ നീതിയുടെ കിരീടത്തിനായിട്ട് ഇവിടെ കാത്തിരിക്കുന്ന യോസെഫിനെയും എലയാസറിനെയും യോശുവയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ എപ്പോഴും വാസ്തവത്തിൽ സഭ എല്ലായ്പ്പോഴും വംശനാശത്തിൻ്റെ ഒരു തലമുറയാണ്. അതുപോലെ തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവജനത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ അധ്യായം അവസാനിക്കുകയാണ്. സോ ഭാവിയെ സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾക്ക് അത് ഏതുതരം ഉത്തരങ്ങൾ നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഭാവി. സോ ഇസ്രായേൽ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുമോ? കർത്താവ് നിർദ്ദേശിച്ച ഭൂപ്രദേശം മുഴുവൻ അവ കൈവശപ്പെടുത്തുക എന്ന പൂർത്തിയാക്കാത്ത ദൗത്യം തുടരുവാൻ അവർക്ക് കഴിയുമോ? വിഗ്രഹാരാധനയിൽ അകപ്പെടാതെ യഹോവയോട് പറ്റി നിൽക്കുവാൻ അവർക്ക് കഴിയുമോ? യോശുവയുടെ കീഴിലുള്ള ഒരു തലമുറ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നുണ്ടെങ്കിലും മഹാനായ നേതാവ് കണ്ടെത്തിയ അതേ ആത്മീയ നിർദ്ദേശം അടുത്ത തലമുറ നിലനിർത്തുമോ? ദൈവജനത്തിൻ്റെ തുടർച്ചയായി ഓരോ തലമുറയും യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇതേ ചോദ്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. സോ നമ്മുടെ തലമുറ മാത്രമല്ല, നമ്മുടെ വരും തലമുറയും ഈ വിശ്വാസത്തിൽ നിലകൊള്ളുമോ ഇല്ലയോ? അവരാരെ തിരഞ്ഞെടുക്കും? യഹോവയെ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളെ ആദ്യം പഠിപ്പിക്കേണ്ടത് തിരഞ്ഞെടുക്കുവാനാണ്. എന്ത് തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ചാൽ മാത്രം മതി അല്ലേ? ഒരു വ്യക്തിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു വിശക്കുന്ന ഒരു വ്യക്തിക്ക് ആഹാരം കൊടുക്കുന്നതിനേക്കാളും ആ വ്യക്തിക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന അവർക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്ത് അവരെന്ത് ചെയ്യുക? പഠിപ്പിക്കുക. അവരെ ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നാം ആരെ തിരഞ്ഞെടുക്കും? നമ്മുടെ ഓട്ടം എന്താണ് ഇവിടെ യോശുവ പറയുന്നത് പോലെ അല്ലെങ്കിൽ പൗലോസ് പറയുന്നത് പോലെ നല്ല പോർ പൊരുത് നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ തലമുറയ്ക്ക് സാധിക്കുമോ? ഇവിടെ അവരതിന് സാക്ഷ്യമായിട്ട് അവിടെ ഒരു കല്ല് നാട്ടുന്നുണ്ട്. അതായത് ഈ യോശുവ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വരും തലമുറ ഓർമ്മിക്കുവാനായിട്ട് അവിടെ ഒരു ഓർമ്മ കല്ല് അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. 27 ഇവിടെ പറയുന്നു, യോശുവ സകല ജനത്തോടും ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആര് കേട്ടിരിക്കുന്നു? ആ കല്ല് കേട്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടോ കേട്ടില്ലേ, പക്ഷേ ആ കല്ല്. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് പറഞ്ഞതിന് ഒരു കാരണം, പണ്ട് കാലങ്ങളിൽ ഉടമ്പടികൾ പ്രഖ്യാപിച്ചോ അല്ലെങ്കിൽ ഉടമ്പടികൾ പുതുക്കിയപ്പോൾ അവരവിടെ സാക്ഷ്യത്തിനായി ഓരോ കല്ല് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ തലമുറ ചിലപ്പോൾ മറന്നാലും ഈ കല്ലുകൾ അന്ത്യകാലത്ത് കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. യഹോവയെ നമ്മൾ സാക്ഷീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കല്ലുകൾ സാക്ഷീകരിക്കും എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. റേഡിയോ ഫ്രീക്വൻസി എലിമെൻറ്റ്സ് ഒക്കെ ഈ ശരിക്കും അതൊക്കെ സിലിക്കൺ അല്ലെങ്കിൽ അതൊക്കെ കല്ലുകളാണ് ഇപ്പോൾ വാർത്താവിനിമയത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. സോ കല്ലുകൾ ആർത്ത് വിളിക്കുന്ന ഒരു സമയമാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നത്. സോ ഇവിടെ പ്രത്യേകിച്ച് ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആര് കേട്ടിരിക്കുന്നു? കല്ല് കേട്ടിരിക്കുന്നു. അപ്പം ഈ കല്ലായ ഹൃദയം ചിലപ്പോൾ യഹോവയെ സാക്ഷീകരിച്ചില്ലെങ്കിലും ചിലപ്പോൾ ആ കല്ല് സാക്ഷീകരിക്കാൻ ഇടയാകും എന്ന് ഇവിടെ യോശുവ പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ നമ്മുടെ ഓട്ടം നന്നായിട്ട് പൂർത്തീകരിക്കുവാനും, നമ്മുടെ ഓട്ടം മാത്രമല്ല നമ്മുടെ തലമുറയും അതേപോലെ നമ്മുടെ ഈ ടോർച്ച് കൈമാറിക്കൊണ്ട് ഈ വിശ്വസ്തതയിൽ ദൈവത്തിൽ ആത്മാർത്ഥതയോടെയും സത്യത്തോടെയും ഭയത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ, അവർ നല്ല തീരുമാനമെടുക്കുവാൻ അവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പാഠത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക്, പാഠത്തിൻ്റെ മാത്രമല്ല ഈ യോശുവ പുസ്തകം അല്ലെങ്കിൽ നമ്മൾ ഈ ക്വാർട്ടറിലുടനീളം പഠിച്ചതായ ഈ പുസ്തകത്തിൻ്റെ ഉപസംഹാരത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശരിക്കും ഈ പുസ്തകത്തിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഒരിക്കൽ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും 13ാമത്തെ ചാപ്റ്ററിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം നമ്മൾ 12 തന്നെ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപസംഹാരം എന്ന നിലയിൽ യോശുവയുടെ ആ അന്ത്യവാക്കുകൾ
നമ്മുടെ ഹൃദയങ്ങളിൽ ആ ശബ്ദം, അല്ലേ, ആ യഹോവയുടെ ശബ്ദം ഞങ്ങൾ കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞതുപോലെ യഹോവയുടെ ശബ്ദം നമ്മുടെ തലമുറയും വരും തലമുറയും കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലൊക്കെയും സംസാരിക്കുമാറാകട്ടെ. അന്ത്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഗോത്രപിതാക്കന്മാർ എന്ന പുസ്തകത്തിൽ നിന്നും, ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും എന്ന പുസ്തകത്തിൽ നിന്നും ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഖണ്ഡിക നമുക്ക് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മിസ്രൈമിൽ നിന്ന് വന്ന ജനക്കൂട്ടത്തിൽ വിഗ്രഹാരാധകരും ഉണ്ടായിരുന്നു. ഈ ശീലത്തിൻ്റെ ശക്തിയാൽ കനാനിലെ കുടിയേറ്റത്തിന് ശേഷം ഒരു നിശ്ചിത ഘട്ടം വരെ ഈ ആചാരം ശരിക്കും രഹസ്യമായിട്ട് തുടർന്നു. ഇസ്രായേല്യർക്കിടയിലെ ഈ തിന്മയെക്കുറിച്ച് യോശുവയ്ക്ക് അറിയാമായിരുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന അപകടങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം വിഗ്രഹങ്ങളെ വിട്ടുകളയാനായിട്ട് ഇവിടെ ആഹ്വാനം ചെയ്തത്. എബ്രായ ജനങ്ങൾക്കിടയിൽ ഒരു സമ്പൂർണ്ണ പരിഷ്കരണം കാണാൻ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുവാൻ ജനങ്ങൾ ഉറച്ച തീരുമാനം എടുത്തില്ലെങ്കിൽ ഓരോ തവണയും ദൈവത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ വേർപിരിയുന്നതിന് അത് തുടരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എബ്രായ ജനതയുടെ ഒരു ഭാഗം ആത്മീയ ആരാധകരായിരുന്നപ്പോൾ അവരിൽ പലരും വെറും ഔപചാരികവാദികളായിരുന്നു. അവരുടെ ആരാധനയിൽ ശുഷ്കാന്തിയോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല. ചിലർ ഹൃദയപൂർവ്വം വിഗ്രഹാരാധകരായിരുന്നു, എന്നാൽ അങ്ങനെ തിരിച്ചറിയുന്നതിൽ സ്വയം ലജ്ജിക്കുന്നു. ഈ പവിത്രമായ ഉടമ്പടി വിശുദ്ധവും സംരക്ഷിക്കപ്പെടുന്നതുമായ നിയമപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടവയുമാണ്. അപ്പോൾ യോശുവ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ അരികിൽ കരിവേലക വൃക്ഷത്തിൻ്റെ അടിയിൽ ഒരു വലിയ കല്ല് സ്ഥാപിച്ചു. യോശുവ എല്ലാ ആളുകളോടുമായി പ്രകാരം പറഞ്ഞു, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ജനങ്ങൾക്കുള്ള തൻ്റെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും തൻ്റെ സ്വന്തം വാക്കുകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാക്കുകളാണെന്ന് യോശുവ വ്യക്തമാക്കി പ്രഖ്യാപിക്കുന്നു. അനുസ്മരിക്കുവാനായി സ്ഥാപിച്ച സംഭവത്തെക്കുറിച്ച് തുടർച്ചയായ തലമുറകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ജനങ്ങൾ വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് അധപ്പതിക്കുകയാണെങ്കിൽ അവർക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നതിനും ഈ വലിയ കല്ല് ഉപകാരപ്പെടും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സോ ആ കല്ല് തീർച്ചയായിട്ടും അവർക്ക് സാക്ഷിയായി നിലകൊള്ളും. സോ ഓരോ തലമുറയും ദൈവവുമായി അവരുടേതായ ഒരു ഉടമ്പടി പുതുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരവരുടെ മാതാപിതാക്കളുടെ വിശ്വാസം അവരെ ശരിയായ തീരുമാനമെടുക്കുവാൻ സഹായിക്കും. സോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടാണ് നമ്മുടെ മക്കൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. നാം ശവത്തിൽ പോകുമ്പോഴാണ് മക്കളും ശവത്തിൽ പോകുവാനായിട്ട് അവരുടെ തീരുമാനം എടുക്കുവാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ തീരുമാനം അവരെ തീരുമാനം എടുക്കുവാൻ പഠിപ്പിക്കും. അത്രമാത്രം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. തീരുമാനം എടുക്കേണ്ടത് അവരുടെ കർത്തവ്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ രക്ഷ എന്ന് പറയുന്നത്, രക്ഷയ്ക്ക് നമ്മളും ഭാഗവാക്കുകളാണെങ്കിൽ പോലും വ്യക്തിഗതമാണ്. അതിൽ ദൈവത്തിൻ്റെ കൃപ വളരെ ആവശ്യമാണ്. സോ എന്നാലും എന്തുതന്നെ ആയിരുന്നാലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സഭയും എൻ്റെ സഭാവിശ്വാസികളും ഞങ്ങളെല്ലാവരും യഹോവയെ സേവിക്കും എന്നിവിടെ ഇസ്രായേൽ ജനം വീണ്ടും വീണ്ടും പറഞ്ഞതുപോലെ നാമും പ്രതിജ്ഞ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കളയേണ്ട കാര്യങ്ങളൊക്കെ കളഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഈ പുതിയ വർഷം നമുക്ക് നല്ല തീരുമാനത്തോടെ നല്ല ജീവിതം നയിപ്പാൻ, അനേകർക്ക് സാക്ഷികളായി തീരുവാൻ, അനേകർക്ക് രക്ഷയുടെ വാതിലാകുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികം വലിയ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളെ സമർപ്പിക്കുകയാണപ്പാ. ഞങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ പുതിയ വർഷത്തെ നേരിടുവാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ പുതിയ തലമുറയെ ഒരുക്കുവാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, അവരെ പ്രേരിപ്പിക്കുവാൻ, അവർക്ക് മാതൃകയായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ യോശുവ പുസ്തകത്തിലൂടെ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ, പുറപ്പാട് പുസ്തകത്തിലൂടെ പഠിച്ചതായ കാര്യങ്ങൾ ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് കൈമാറുവാൻ, അപ്പോൾ അവർക്ക് സാക്ഷികളായി തീരുവാൻ, നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ, അനേകർക്ക് കർത്താവെ അങ്ങിലേക്ക് വരുവാൻ, ഒരു ആഘോർ താഴ്വര തുറന്നിടുവാൻ, പ്രതീക്ഷയുടെ വാതിൽ തുറക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. അപ്പാ അങ്ങിൽ സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.